കസ്റ്റമറുടെ സന്തോഷം കണ്ട ഈ ഒരു സന്തോഷത്തിൽ പിന്നെ നമുക്ക് ഒരു എഫേർട്ടും ഉണ്ടാവില്ല കേട്ടോ. അത്രയും അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു കേട്ടോ അത്. ഒളവെണ്ണയ്ക്കാണ് അവൾ എന്നോട് 30 കേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുള്ളേ. ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടത്തിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒളവെണ്ണ വീട്ടിലേക്ക് സേഫായിട്ട് ഡെലിവറി ചെയ്ത് കൊടുത്തോ. കുറച്ച് മഴ ബുദ്ധിമുട്ടാക്കിയെങ്കിലും എന്തായാലും സേഫായിട്ട് അവിടെ എത്തിയിട്ടോ. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഇവരേറെ ചൂസ് ചെയ്യുന്ന ഒരു ഫ്ലേവർ നിന്ന് ടെൻഡർ കോക്കനട്ട് കേട്ടോ. എത്ര കേക്ക് കഴിച്ചാലും അവർക്ക് ഇഷ്ടം ടെൻഡർ കോക്കനറ്റ് തന്നെ കേട്ടോ. എന്തായാലും കേക്കിൻ്റെ ഫൈനലൊക്കെ ഇഷ്ടമായി. അവർക്ക് നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ഈ ഒരു കേക്കിന് എനിക്കറിയില്ല ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന്. ഞാനിപ്പോൾ എത്രയോ ആയില്ല ഓർഡർ ചെയ്യുന്നു. അപ്പം അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പ്രാവശ്യം ടേസ്റ്റിനേക്കാളും ഞങ്ങൾ ആ കേക്കിന്റെ ഭംഗി കണ്ട് അങ്ങനെ ഇരുന്നു പോയി. കുറേ നേരം കട്ട് ചെയ്യാതെ നോക്കിയത്. അമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു ഇത് ഇങ്ങനെ ഇപ്പൊ കട്ട് ചെയ്യുക, അത്രയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു നമ്പർ കേക്ക് മാത്രമേ വിചാരിച്ചുള്ളൂ. ഈ ഒരു ഇപ്രാവശ്യമാണെങ്കിലും ഞാൻ പെട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സജഷനും തന്നിട്ടില്ല. എൻ്റെ ആവശ്യം പറയാന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യമാണല്ലോ ഇത്ര അധികം ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാവുന്നത്. ആൾക്കാർ കുറവായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത നൈബേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ഫീഡ്ബാക്ക് ഞാൻ എന്തായാലും അറിയിക്കാം കേട്ടോ. താങ്ക് യു. ഞാനല്ലേ പറയണ്ടേ. ഇപ്പം കേക്ക് ഇപ്പം ഏത് ഡിസൈൻ ആണെങ്കിലും ഏത് ഷോപ്പിൽ കൊടുത്താലും ഓര് നമുക്ക് ചെയ്തു തരും. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ അത്രയും സിൻസിയർ ആയിട്ട് സ്നേഹത്തോടെ ചെയ്തു തരുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. സീരിയസ്ലി അതല്ലേ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായി. എന്തായാലും ഇതുപോലെ എല്ലാം ചെയ്യാനൊക്കെ പറ്റട്ടെ. കുറെ ഓർഡർ കിട്ടട്ടെ. വെറൈറ്റി ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. അടിപൊളി കേക്ക്. ആ ഇളനീറിന്റെ ആ ഒരു കടി വന്നപ്പോ എന്തൊരു ടേസ്റ്റ്, മാഷാ അല്ലാഹ്, അടിപൊളി.